ഒമാനിലും UAE-യിലുമാണ് മഴ ഏറെ കനത്തത്. UAE-യിലെ മുതിർന്നവർ പോലും ഇങ്ങനെയൊരു മഴ കണ്ടിട്ടില്ല, ഇങ്ങനെയൊരു വെള്ളപ്പൊക്കവും. കഴിഞ്ഞ 75 വർഷത്തിനിടെ UAE കണ്ട ഏറ്റവും ശക്തമായ പേമാരി. കണ്ടങ്ങ് നിൽക്കി ഇരുട്ടുകുത്തി പെയ്ത മഴയിൽ അമ്പരചുംബികൾ നിറഞ്ഞ UAE നഗരങ്ങൾ പൊടുന്നനെ വെള്ളത്തിലമർന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കെട്ടിടം ബുർജ് ഖലീഫയുള്ള ദുബൈ നഗരവും പെയ്ത്തുവെള്ളത്തിൽ മുങ്ങി. മെട്രോ നിലച്ചു, റോഡ് ഗതാഗതം താളം തെറ്റി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം നിർത്തിവെച്ചു. 3 ദിവസത്തിനിടെ ഇവിടെ റദ്ദാക്കേണ്ടി വന്നത് 1244 വിമാനങ്ങൾ. ഒപ്പം ഷാർജ വിമാനത്താവളവും പ്രവർത്തനം നിർത്തിവെച്ചു. അവിചാരിതമായി യാത്ര മുടങ്ങിയ 100 കണക്കിന് പേർ വിമാനത്താവളങ്ങളിൽ മഴക്കെടുതിയുടെ ഇരകളായി വലഞ്ഞു. വാഹനങ്ങൾ ചീറിപ്പായുന്ന ഹൈവേകൾ പലതിലും ആൾപ്പൊക്കത്തിൽ വെള്ളമുയർന്നു. വാഹനങ്ങൾ കൂട്ടത്തോടെ എഞ്ചിൻ ഓഫായി ഒഴുകി നടന്നു. വെള്ളം നിറഞ്ഞ പാതകൾ കളിവഞ്ചികളും ബോട്ടുകളും കൈയടക്കി. പെയ്ത്തുവെള്ളത്തിൽ കെട്ടിടങ്ങൾക്ക് താഴെ മത്സ്യങ്ങൾ വരെ നീന്തി തുടിച്ചു. രണ്ടു ദിവസം തിമിർത്ത് പെയ്ത മഴയൊന്നടങ്ങിയപ്പോൾ ജീവിതത്തെയും ജീവനുകളെയും വീണ്ടെടുക്കാൻ രക്ഷാപ്രവർത്തനം സജീവമായി. മുങ്ങിച്ചാകാതിരിക്കാൻ വാഹനത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന പൂച്ചക്കരികിലേക്ക് വരെ രക്ഷകരായി ദുബൈ പോലീസ് എത്തി. മഴ ശമിച്ചിട്ടും ഒഴിയാതെ നിന്ന വെള്ളക്കെട്ടിൽ ഭക്ഷണവും കുടിവെള്ളവും കിട്ടാതെ പലരും വലഞ്ഞു. ഇനിയും വെള്ളമൊഴിഞ്ഞു പോയിട്ടില്ലാത്ത ഷാർജയിലെ വ്യവസായ മേഖല 4-ലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിരവധി മലയാളികളുടെ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. നിരവധി മലയാളികളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ വളരെയധികം പ്രയാസത്തിലാണ്. 3 ദിവസമായി കട തുറക്കാത്തത്. കടയിൽക്കൊക്കെ വെള്ളം കയറി, കടയിൽ മൊത്തം വെള്ളം കയറിയിരുന്നു. നമ്മൾ ഇപ്പോൾ വൃത്തിയാക്കിയതാണ്. ഇപ്പോഴും ഇങ്ങനെ ഒരു തടവെച്ച് ആണ് തടഞ്ഞിട്ട് ഇങ്ങനെ ഇന്ന് മധ്യത്തിൽ തുറന്നതാണ്. കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ജനങ്ങൾ. കാരണം കറണ്ടില്ല, വെള്ളമില്ലാത്തവരുണ്ട്, അങ്ങനെയല്ല കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇവിടെ കൂടുതലുള്ളത്. റൂമിൽ വെള്ളമില്ല, കമ്പനി അടച്ചിട്ടിട്ടുണ്ട്, 3 ദിവസമായി അടച്ചിട്ടിട്ട്. ഇവിടെ ഈ ഭാഗം ഒക്കെ മോശം തന്നെ. ഇവിടെ വെള്ളം വണ്ടി നിറങ്ങാനും പറ്റാത്ത അവസ്ഥ അങ്ങനെയാണ്. നാളെ എന്താവും അറിയില്ല. അങ്ങനെ വെള്ളം കയറി നിൽക്കല്ലേ. പ്രവാസികളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ സഹജീവി സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ ദിവസങ്ങൾ കൂടിയാണ് UAE-യിലെ പ്രളയകാലം. വഴിയിൽ കുടുങ്ങിപ്പോയവർക്ക് വാഹനമെത്തിക്കാനും കെട്ടിടങ്ങളിൽ കുടുങ്ങിപ്പോയവർക്ക് ഭക്ഷണം എത്തിക്കാനുമൊക്കെ മലയാളി പ്രവാസി സംഘടനകൾ മുതൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വരെ സജീവമായി. റെയിൻ അതിശക്തമായി വന്നത് അറിഞ്ഞത് ഉടൻ തന്നെ നമ്മുടെ ദുബായിയുടെ സെക്രട്ടറിമാരായ ഇസ്മായിൽ കക്കാടിൻ്റെയും അതുപോലെ അഷ്റഫ് പാലക്കോടിൻ്റെയും നേതൃത്വത്തിൽ റെയിൻ ഹെൽപ്പ് ഡെസ്ക് എന്ന പേരിൽ ഒരു
വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ദുബായിയുടെയും UAE-യുടെയും ഒക്കെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തകരെയും വളണ്ടിയേഴ്സിനെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ആശ്വാസമായി നമുക്ക് റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവർക്കും ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടാവുന്നവർക്കും ഒക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. വ്യക്തിഗത സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, കേരളക്കാർക്ക് പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുമിച്ച് ചെന്നാൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് ഇവിടെ ഗൾഫ് രാജ്യത്തും ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ 3 ഫിലിപ്പൈൻസ് സ്വദേശികളും ഒരു UAE സ്വദേശിയുമടക്കം 4 പേരുടെ മരണവിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂനമർദ്ദത്തെക്കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകിയത് ആളപായം കൂടാതിരിക്കാൻ കാരണമായെന്നാണ് വിലയിരുത്തൽ. ദുരിതപ്പെയ്ത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് UAE കരകയറുകയാണ് ഈ ദിവസങ്ങളിൽ. എങ്കിലും ഈ നാടിനും ഇവിടുത്തെ നാട്ടുകാർക്കും പ്രവാസികൾക്കും എക്കാലത്തും പറയാൻ 24-ലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഓർമ്മകൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. UAE-യിൽ ആളപായം കുറവായിരുന്നുവെങ്കിൽ ഒമാനിലേത് ശരിക്കും കണ്ണീർ മഴയായിരുന്നു. 10 കുട്ടികളടക്കം 20 പേരിലേറെ പേർ മരിച്ചു. ഒമാനിലെ വടക്കൻ ഷർഹിയ ഗവർണറേറ്റിലാണ് ഇക്കുറി മഴയും മലവെള്ളപ്പാച്ചിലും ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. ഒരു മലയാളിയും നിരവധി ഒമാനി വിദ്യാർത്ഥികളുമടക്കം പൊലിഞ്ഞത് 21 ജീവനുകൾ. പത്തനംതിട്ട അടൂർ കടമ്പനാട് സ്വദേശി സുനിൽകുമാറാണ് ബിദിയ വ്യവസായ മേഖലയിൽ മരിച്ചത്. മലവെള്ളപ്പാച്ചിലിൽ ഇദ്ദേഹം നടത്തിയിരുന്ന വർക്ക്ഷോപ്പിന്റെ മതിൽ തകർന്നു വീഴുകയായിരുന്നു. മലകളാൽ ചുറ്റപ്പെട്ട ഒമാനിലെ പട്ടണങ്ങൾ പലതും മലമുകളിൽ നിന്ന് വെള്ളം കുതിച്ചെത്തുന്ന താഴ്വരകളാണ്. വരണ്ടുണങ്ങിക്കിടക്കുന്ന താഴ്വരകൾ വെള്ളം കുതിച്ചെത്തുന്ന പുഴകളായി മാറാൻ നിമിഷങ്ങൾ മാത്രം മതി. കടന്നുപോകുന്ന വഴിയിലുള്ളതെല്ലാം തകർത്തെറിഞ്ഞ് മലവെള്ളം കുതിച്ചു വരും. താഴ്വരകൾ നിറയുന്ന ഈ മലവെള്ളപ്പാച്ചിലിനെ വാദി എന്നാണ് വിളിക്കാറ്. അത്തരമൊരു വാദിയാണ് സമതൽ ഷാനിൽ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയ 10 സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവനെടുത്തത്. വടക്കൻ ഷർഹിയ, വടക്കൻ ബാത്തിന, തെക്കൻ ബാത്തിന, ബുറൈമി തുടങ്ങിയ ഗവർണറേറ്റുകളിലെല്ലാം മഴ കെടുതികൾ വിതച്ചു. ഒമാൻ്റെ വിവിധ ഗവർണറേറ്റുകളിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പല ഭാഗങ്ങളിലും റോഡുകൾ അപ്രത്യക്ഷമായി. ആ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാം നിശ്ചലമായി. പ്രത്യേകിച്ചും ബുറേമിയിലെ ഹമാസയിലും അതുപോലെ ഹുറൈഫയിലുമൊക്കെ ധാരാളം നാശനഷ്ടങ്ങളുണ്ടായി. റോഡിൻ്റെ പല ഭാഗങ്ങളും സൈഡുകളൊക്കെ അപ്രത്യക്ഷിതമായി. പല ആളുകളുടെയും സ്ഥാപനങ്ങളിലും അതുപോലെ വില്ലകളിലുമൊക്കെ വെള്ളം അടിച്ചു കയറുകയും ഒരുപാട് കുടുംബങ്ങൾക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയ വലിയ ഒരു ദുരന്തമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ദിവസങ്ങൾ നീണ്ട മഴയിൽ തകർന്ന റോഡുകളും പൊതുജീവിതവും സാധാരണ നിലയിലേക്ക് മടങ്ങി വരികയാണ്. രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ രംഗത്തും പ്രവാസികളും സജീവമായുണ്ട്. തിങ്കളാഴ്ച രാത്രി 12:30 ബുറൈമിയിലെ ഖദറ, ഹമാസ, സാറ തുടങ്ങിയ സ്ഥലങ്ങളിലെ വീടുകളിൽ വാദി കയറുകയും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. ബുറൈമി സോഹാർ ഹൈവേ ഉൾപ്പെടെ
ബുറൈമിയിലെ പല റോഡുകളും വാദിയിൽ ഒലിച്ചുപോയി ഗതാഗത യോഗ്യമില്ലാതായി മാറുകയും ചെയ്തു. ഹമാസ, ഖദറ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലെയും ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഷോപ്പുകളുമെല്ലാം ചെളികൾ നിറഞ്ഞുകൊണ്ട് ഇതുവരെയും ഇത്ര ദിവസമായിട്ട് 4 ദിവസമായി എന്നിട്ടും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. വീടുകൾ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഭൂമി താഴ്ന്നു പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴുണ്ടായ ഈ മഴയുടെ ആഘാതം മാറുന്നതിന് മുമ്പേ അടുത്ത ഒരു മഴ ഉണ്ടാകുമെന്ന കാലാവസ്ഥാ പ്രവചനം ഇവിടുത്തെ ജനങ്ങളെ വളരെയധികം ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ചുഴലിക്കാറ്റും പേമാരിയും ഒമാൻ എന്ന രാജ്യത്തിന് പുതുമയുള്ളതല്ല. ഇനിയും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഒമാനിലെ അധികാരികളും പ്രവാസി സമൂഹവും. വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.